Hi dear students, welcome to the new session of Business Management. Business Management പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഇതിലേക്ക് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള മാനേജ്മെൻറ്റ് എക്സ്പേർട്സുകളെയാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പരിചയപ്പെട്ടിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Scientific management is a theory of management that analyzes and synthesizes workflow. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മാനേജ്മെൻറ്റ് തിയറിയാണ്. അതെന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഓർഗനൈസേഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക് ഫ്ലോകളെ അനലൈസ് ചെയ്യുകയും അതുപോലെ തന്നെ സിന്തസൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു തിയറിയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Its main objective is improving economic efficiency, especially labor productivity. ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി, ലേബർ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ എക്കണോമിക് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. വൺ ഓഫ് ദി ഏർലിയസ്റ്റ് അറ്റംപ്റ്റ്സ് ടു അപ്ലൈ സയൻസ് ടു ദ എഞ്ചിനീയറിംഗ് ഓഫ് പ്രോസസ്സസ് ആൻഡ് ടു മാനേജ്മെൻറ്റ്. ഇതിൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലൂടെ FW ടൈലർ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, FW ടൈലറാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഫാദറായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ മറ്റു എക്സ്പേർട്സുകളും ഇതിലൂടെ അറ്റംപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് സയൻസ് മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിലും ഒക്കെ അപ്ലൈ ചെയ്യാം, മാനേജ്മെൻറ്റ് പ്രോസസ്സുകളിൽ എങ്ങനെ നമുക്ക് സയൻസ് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും നൽകുന്നത്. Then scientific management is sometimes known as Taylorism after FW Taylor. FW Taylor ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടൈലറിസം എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്ക് ഫ്ലോകളെ അനലൈസ് ചെയ്യുന്ന, സയൻറ്റിഫിക്കായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ഒരു തിയറിയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലേബർ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ലേബേഴ്സിൻ്റെ കപ്പാസിറ്റി ഉപയോഗപ്പെടുത്തിയിട്ട് അവരിൽ നിന്ന് മാക്സിമം പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ അതിലൂടെ മാക്സിമം എക്കണോമിക് എഫിഷ്യൻസി ഒക്കെ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് സയൻസും സയൻസിൻ്റെ ടെക്നിക്കുകളും ഒക്കെ, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതും കൂടെ ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. അക്കോർഡിംഗ് ടു FW ടൈലർ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മീൻസ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ FW ടൈലർ പറയുന്നത് എന്താണ്, ഏത് പ്രോസസ്സാണ് അല്ലെങ്കിൽ ഏത് രീതിയാണ് ഒരു ജോലി ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലെ, ഒരു ജോലി ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളുണ്ടായിരിക്കും. അല്ലേ, അപ്പോൾ ഇതിൽ പറയുന്നത് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു, എന്താണ് ആക്ച്വലി ഒരു മെൻ, അതായത് ഒരു ലേബർ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുകയും ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ, അത് ഏറ്റവും ചീപ്പായിട്ടുള്ള രീതിയിൽ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേയിൽ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴിയിൽ അല്ലെങ്കിൽ രീതിയിൽ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു മെൻ ചെയ്യേണ്ടത്, എന്താണ് ഒരു ലേബർ ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ ആ ചെയ്യേണ്ട കാര്യം, ആ ഒരു ജോബ് ഏറ്റവും ബെസ്റ്റായിട്ടും ഏറ്റവും ചീപ്പായിട്ടും നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു ഡെഫിനിഷൻ പറയുന്നത്, ഇത് വേർഡ്സ് ഓഫ് ഹാർലോ എസ്പേഴ്സൺ പറയുന്നത്, ദ ടേം സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ക്യാരക്ടറൈസസ് ദാറ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് പ്രൊസീജിയർ ഇൻ പർപ്പസീവ് കളക്റ്റീവ് എഫേർട്സ് വിച്ച് റെസ്റ്റ് ഓൺ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഡിറൈവഡ് ബൈ ദി പ്രോസസ് ഓഫ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അനാലിസിസ് ഇൻസ്റ്റെഡ് ഓഫ് എനി ട്രഡീഷൻ ഓർ പോളിസി ഡിറ്റർമൈൻഡ് empirically and casually by the process of trial and error. എന്താണ് ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാരക്ടറൈസ് ദാറ്റ് ഫോം ഓഫ് എൻ ഓർഗനൈസേഷൻ, ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനാണ്, ചില ക്യാരക്ടറിസ്റ്റിക്കുകളുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ പ്രൊസീജിയർ ഇൻ പർപ്പസീവ് കളക്റ്റീവ് എഫേർട്ട് വിത്ത് റെസ്റ്റ് ഓൺ പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഡിറൈവഡ് ബൈ ദി പ്രോസസ് ഓഫ് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അനാലിസിസ്. സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനിലൂടെയും അതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള അനാലിസിസിലൂടെയും അത്തരത്തിലുള്ള പ്രോസസ്സിലൂടെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പ്രിൻസിപ്പിൾസിൻ്റെയും നിയമങ്ങളുടെയും ബേസ് ചില പ്രൊസീജിയേഴ്സും ചില വർക്കുകളും നടക്കുന്ന ഓർഗനൈസേഷൻസ് ഉൾപ്പെടുന്ന ഒരു ടേമാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിലൂടെയും സയൻറ്റിഫിക് ആയിട്ടുള്ള അനാലിസിസിലൂടെയും ഡിറൈവ് ചെയ്തു വന്നിട്ടുള്ള പ്രിൻസിപ്പിൾസിൻ്റെയും നിയമങ്ങളുടെയും ബേസിൽ, അതിൻ്റെ ബേസിൽ കളക്റ്റീവായിട്ടുള്ള എഫേർട്ടുകൾ എടുക്കുന്ന ചില ഓർഗനൈസേഷൻസ് ഉണ്ട്, ചില പ്രോസസ്സുകളുണ്ട്. അതിനെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ്, എന്തിനു പകരമായി
ഡിവോയ്ഡ് ഓഫ് എനി ട്രഡീഷൻ ഓർ ഓൺ പോളിസി ഡിറ്റർമൈൻഡ് എംപിരിക്കലി ആൻഡ് കാഷ്വലി ബൈ ദി പ്രോസസ് ഓഫ് ട്രയൽ ആൻഡ് എറർ. എന്തിനു പകരമായിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള അനാലിസിസ് നടത്തിയിട്ടുള്ള മെത്തേഡ്സുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സിന് പകരം, അല്ലെങ്കിൽ എംപിരിക്കലി, അതായത് മാനേജ്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെ അസംഷൻസിൻ്റെയും അവരുടെ ഊഹാപോഹങ്ങളുടെയൊക്കെ ബേസിൽ അവർ കൊണ്ടുവരുന്ന മെത്തേഡ്സിന് പകരമായിട്ട് നമ്മൾ സയൻറ്റിഫിക്കലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ട് നമ്മൾ ചില മെത്തേഡ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, ചില പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ചില നിയമങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ നിയമങ്ങളുടെയും ആ പ്രിൻസിപ്പിൾസിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ചില മെത്തേഡുകൾ എന്ത് ചെയ്യുന്നു, ചില കാര്യങ്ങൾ, ചില എഫേർട്ടുകൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാഷ്വലി പല ഓർഗനൈസേഷനിലും എംപിരിക്കലിയാണ്, അതായത് മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ എക്സ്പീരിയൻസിൻ്റെ ബേസിലും അവരുടെ ഊഹങ്ങളുടെയൊക്കെ ബേസിലുമാണ് അവർ എന്ത് ചെയ്യുന്നത്, ചില പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ചില മെത്തേഡ്സുകൾ അവർ ഡെവലപ്പ് ചെയ്യുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും അതിൻ്റെ ബേസിൽ നമ്മൾ ചില കാര്യങ്ങൾ, ചില എഫേർട്ടുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്, ചില വർക്കുകൾ കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ഹാർലോ എസ് പേഴ്സൺ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് ഫീച്ചറായിട്ട് പറയുന്നത് സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്. ടൈലർ എംഫസൈസ്ഡ് ദാറ്റ് പ്ലാനിങ് ഷുഡ് ബി ലെഫ്റ്റ് ടു ദ സൂപ്പർവൈസർ ആൻഡ് വർക്കർ ഷുഡ് ഗീവ് എംഫസിസ് ഓൺലി ഓൺ ഓപ്പറേഷണൽ വർക്ക്. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ ഒരു ഫീച്ചറായിട്ട് പറയുന്നത് സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് ഡൂയിങ്. പ്ലാനിങ്ങും ഡൂയിങ്ങും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ്. അത് പ്ലാനിങ് ചെയ്യേണ്ടത് ആരാണ്, സൂപ്പർവൈസേഴ്സാണ്. എന്നാൽ അത് പിന്നെ വർക്കൗട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് ഓപ്പറേഷനിലേക്ക് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടത് ആരാണ്, അത് എംപ്ലോയീസ് ആണ്. ഓക്കെ, അപ്പോൾ പ്ലാനിങ്ങും ഡൂയിങ്ങും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഒന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ്. FW Taylor felt that it was not possible to get in one man the combination of brain, education, technical skill and other qualities necessary to handle all the requirements of an operating job. He advocated functional foremanship to supervise workers. അതായത് ഈ ഒരു ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് FW ടൈലർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരാളിൽ ഒത്തിണങ്ങി വരില്ല എന്നുള്ളതാണ്. അല്ലേ, അതായത് കോമ്പിനേഷൻ ഓഫ് ബ്രെയിൻ, ഒരാൾക്ക് ബുദ്ധിയുണ്ട്, അതുപോലെ തന്നെ അയാൾക്ക് തന്നെ എഡ്യൂക്കേഷൻ ഉണ്ടാവുക, അയാൾക്ക് തന്നെ ടെക്നിക്കൽ സ്കിൽ ഉണ്ടാവുക, അയാൾക്ക് തന്നെ മറ്റു ക്വാളിറ്റീസ് ഉണ്ടാവുക. അങ്ങനെ ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും, അല്ലേ, ബ്രെയിൻ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ടെക്നിക്കൽ സ്കിൽ ആയിക്കോട്ടെ, മറ്റു ക്വാളിറ്റീസ് ആയിക്കോട്ടെ, എന്തെല്ലാം കാര്യങ്ങൾ ആ ജോലി ചെയ്യാൻ ആവശ്യമാണോ ആ കാര്യങ്ങളെല്ലാം ഒരാളിൽ നിന്ന് തന്നെ വന്നോളണം എന്നില്ല. ആ സമയത്ത് അവിടെ എന്താണ് ചെയ്യേണ്ടത്, ഈ അഡ്വക്കേറ്റഡ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ടു സൂപ്പർവൈസ് വർക്കേഴ്സ്. അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫങ്ഷണൽ ഫോർമാൻഷിപ്പാണ് അവിടെ കൊണ്ടുവരേണ്ടത്. അതായത് ഓരോ ജോലിയും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഓരോ ടീമിനെ അല്ലെങ്കിൽ ഓരോ ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അവർ ഒരു പക്ഷേ അവർക്ക് ആ പ്ലാനിങ് കണ്ടക്ട് ചെയ്യാനേ കഴിയുള്ളൂ, അവർക്കത് വർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് ഓപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അല്ലേ, അപ്പോൾ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരാളും എന്ത് ചെയ്യുന്നില്ല, ഓർഗനൈസേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അങ്ങനെ ഒരാളെ നമുക്ക് ലഭിച്ചോളണമെന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഓരോ ജോലിയും ഓരോ ആളുകൾ നൽകണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഈ ഒരു ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ള ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്, മെത്തേഡാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് മൂന്നാമതായിട്ട് പറയുന്നത് സയൻറ്റിഫിക് വർക്ക് സ്റ്റഡിയാണ്. വർക്ക് സ്റ്റഡീസ് ഓർ ജോബ് അനാലിസിസ് ഈസ് അണ്ടർടേക്കൻ ടു ഡിറ്റർമൈൻ ദ ടൈം എ റീസണബിളി നോർമൽ വർക്കർ വുഡ് ടേക്ക് ടു ഡു എ ജോബ് പെർഫെക്റ്റ്ലി ഓർ ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക്. So it is the best way of doing a job which requires the least movements, consequently less time and cost. അതായത് നമ്മുടെ ഓർഗനൈസേഷനിലെ എല്ലാ വർക്കുകളെയും നമ്മൾ സയൻറ്റിഫിക്കലി അത് എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റഡി ചെയ്തിരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത്. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓർഗനൈസേഷനിലെ എല്ലാ വർക്കുകളെയും സയൻറ്റിഫിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റഡി ചെയ്യുന്നുണ്ട്, സയൻറ്റിഫിക്കലി അനലൈസ് ചെയ്യുന്നുണ്ട്. ഓരോ വർക്കും ചെയ്യാൻ എത്രമാത്രം ടൈം ആവശ്യമാണ്, എത്രമാത്രം എഫേർട്ടുകൾ ആവശ്യമാണ്, എത്രമാത്രം പിന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആണ്, അത് എത്രമാത്രം മൂവ്മെൻറ്റുകൾ ആവശ്യമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്, സയൻറ്റിഫിക്കലി അനലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അതോടൊപ്പം
അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വർക്കും ചെയ്യാൻ എത്ര മൂവ്മെൻ്റ് ആണ് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഏറ്റവും മിനിമം കോസ്റ്റിൽ ഏറ്റവും മിനിമം ടൈമിൽ നമുക്കത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു അനാലിസിസ് നടത്തുന്നതിലൂടെ, ഈ ഒരു സ്റ്റഡി നടത്തുന്നതിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ട് 3 സ്റ്റഡീസാണ് പ്രധാനമായിട്ടും കണ്ടക്ട് ചെയ്യുന്നത്. ഒന്ന് ടൈം സ്റ്റഡി, മറ്റൊന്ന് മോഷൻ സ്റ്റഡി, മറ്റൊന്ന് ഫാറ്റിഗ് സ്റ്റഡി എന്ന് പറയും. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ടൈം സ്റ്റഡിയാണ്. ടൈം സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദ ഡിറ്റർമിനേഷൻ ഓഫ് എ ടൈം എ മൂവ്മെൻറ്റ് ടേക്സ് ടു കംപ്ലീറ്റ്. ഒരു മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം ആവശ്യമാണ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് ടൈം സ്റ്റഡിയിൽ കണ്ടെത്തുന്നത്. അങ്ങനെ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേസ്റ്റ് ആയിട്ട് വരുന്ന ടൈമിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഓരോ എംപ്ലോയീസിനും വർക്കുകൾ, ടൈമുകളൊക്കെ അലോട്ട് ചെയ്ത് നൽകാനൊക്കെ നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് പറയുന്നത് മോഷൻ സ്റ്റഡിയാണ്. ഇറ്റ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ്സ് ഇൻ പാർട്സ് വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ ഡൂയിങ് എ വർക്ക്. ഒരു ജോലി ചെയ്യാൻ എത്രമാത്രം മൂവ്മെൻറ്റുകൾ ആവശ്യമാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഷൻ സ്റ്റഡി നടത്തുന്നത്. അതായത് ഓരോ ജോലിയും ചെയ്യാൻ എത്ര മൂവ്മെൻറ്റുകൾ ആവശ്യമാണ്, എത്ര മൂവ്മെൻറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് മോഷൻ സ്റ്റഡിയിൽ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഫാറ്റിഗ് സ്റ്റഡി എന്ന് പറയുന്നത് ഷോസ് ദ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് റിക്വയർഡ് ഫോർ കംപ്ലീറ്റിംഗ് ജോബ്. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്രമാത്രം റെസ്റ്റ് ആവശ്യമാണ്, എത്ര ഫ്രീ ടൈം അവർക്ക് നൽകേണ്ടി വരും, എത്രമാത്രം റെസ്റ്റ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി എത്ര ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കണം നമ്മൾ അവർ റെസ്റ്റ് എടുക്കേണ്ടത്, അതിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫാറ്റിഗ് സ്റ്റഡി നടത്തുന്നത്. സോ ഇത്തരത്തിലുള്ള സ്റ്റഡീസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റപ്പ് ഇൻ റെസ്പെക്ട് ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്, പീരിയഡ് ഓഫ് വർക്ക്, വർക്കിംഗ് കണ്ടീഷൻസ്, ക്വാളിറ്റി ഓഫ് റോ മെറ്റീരിയൽ, യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, സ്റ്റാൻഡേർഡ് റോ മെറ്റീരിയൽസ്, മെയിൻറ്റെയിനിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് പ്രോപ്പർ വർക്ക് പീരിയഡ്സ് വിത്ത് സഫീഷ്യൻറ്റ് റെസ്റ്റ് ടൈം വിൽ ആഡ് പ്രൊട്ടക്ഷൻ കപ്പാസിറ്റി ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. അതായത് എല്ലാറ്റിലും ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റാൻഡേർഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും, അത് ടൂൾസ് ആയിക്കോട്ടെ, എക്യുപ്മെൻറ്റിൻ്റെ കേസിലായിക്കോട്ടെ, പീരിയഡ് ഓഫ് വർക്ക് ആയിക്കോട്ടെ, വർക്കിംഗ് കണ്ടീഷൻസ് ആയിക്കോട്ടെ, ക്വാളിറ്റി ഓഫ് റോ മെറ്റീരിയൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ലെവൽ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പിന്നെ പ്രൊഡക്ഷനെ ബാധിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അത് പോസിറ്റീവായിട്ട് ബാധിക്കും. നമുക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു വർക്ക് പീരിയഡ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതിലൂടെ നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ, ആഡ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഓർഗനൈസേഷനിലെ എല്ലാ എലമെൻറ്റുകൾക്കും, എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത് എല്ലാം സയൻറ്റിഫിക്കലി ആയിരിക്കും. അതായത് ശാസ്ത്രീയമായിട്ട് അവരെ ഒബ്സർവ് ചെയ്തിട്ടും അവരെ ടെസ്റ്റ് ചെയ്തിട്ടും ആയിരിക്കും നമ്മൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് സയൻറ്റിഫിക്കലായിട്ടുള്ള ട്രെയിനിങ് നൽകിയിരിക്കും, അതായത് ശാസ്ത്രീയമായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് നൽകിയിരിക്കുമെന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്, എംപ്ലോയീസിന് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് നൽകിയിരിക്കുമെന്നുള്ളതാണ്. അതായത് അവർക്ക് പിന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്കോണമിയാണ് മറ്റൊരു ഫീച്ചറായിട്ട് പറയുന്നത്. ആഡിക്വേറ്റ് അറ്റൻഷൻ ഷുഡ് ബി ഗിവൺ ടു എക്കോണമി ആൻഡ് പ്രോഫിറ്റ്. നമ്മൾ ഓൺലി എംപ്ലോയീസിനെ മാത്രം ഫോക്കസ് ചെയ്യുക മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്, എക്കോണമിയിലും അതുപോലെ തന്നെ പ്രോഫിറ്റിനും ഒക്കെ ആവശ്യമായിട്ടുള്ള അറ്റൻഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. അതിലെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും, മീൻസ് മാനേജ്മെൻറ്റൽ ആക്ടിവിറ്റീസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ മെൻ്റൽ റെവല്യൂഷനാണ് മറ്റൊന്ന് പറയുന്നത്. മെൻ്റൽ റെവല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയി മാനേജ്മെൻറ്റ്, എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അത് നല്ലൊരു രീതിയിലുള്ള ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഓർഗനൈസേഷനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലൂടെ സാധിക്കുമെന്നുള്ളതാണ് മെൻ്റൽ റെവല്യൂഷൻ എന്നുള്ള ഒരു പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട്, പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.